ഹായ് ഹലോ വിവേഴ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഐറാസ് ഫാഷൻ വെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം മേനി. ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് സൂപ്പറായിട്ട് നമുക്കിനി വിഷു ഒക്കെ വരുവാണ്, പിന്നെ ഈസ്റ്ററാണ്. അപ്പം എല്ലാവരും ലൈറ്റ് ഷെയ്ഡിലുള്ള കുർത്തീസ് അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡിലുള്ള ഔട്ട്ഫിറ്റ് ആയിരിക്കും കൂടുതലായിട്ടും തിരക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബേബി പിങ്ക് ഷെയ്ഡിൽ ഒരു ജാക്കറ്റ് സ്റ്റൈലിൽ വരുന്ന കുർത്തിയും ദുപ്പട്ടായും ബോട്ടും, അങ്ങനെ ഒരു 3 പീസ് സെറ്റായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സ്റ്റൈലിഷ് ആണ്, ഭയങ്കര രസമാട്ടോ കാണാനായിട്ട്. സിമ്പിളാണ് പക്ഷെ നല്ല ഭംഗിയാണ്. ഒരു എന്താ പറയുക, ബേബി പിങ്ക് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രസ്സിൻ്റെ ഡീറ്റെയിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ശബ്ദം ചിലപ്പോൾ കുറച്ചായിരിക്കും കേൾക്കുന്നുണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ക്ലോത്തിൻ്റെ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഇൻഫെക്ഷൻ ഉണ്ട് ത്രോട്ടിനും ചെസ്റ്റിനും ഒക്കെ. അപ്പോൾ അധികം ശബ്ദം പുറത്തോട്ട് വരുന്നില്ല. അപ്പോൾ അധികം ശബ്ദം ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. നമുക്ക് എന്തായാലും ഡ്രസ്സിൻ്റെ ഡീറ്റെയിലോട്ട് പോയിട്ട് വരാം. ഫസ്റ്റ് എന്ന് പറയുന്നത് കുർത്തിയാണ്. കടലക്കുർത്തി നമുക്ക് ഈ ഒരു സ്റ്റൈലാണ് വന്നിട്ടുള്ളത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെയിം ഇതിൻ്റെ തന്നെ ദുപ്പട്ടയാണ്. ദുപ്പട്ട വളരെ സ്പെഷ്യലാണ്. കണ്ടില്ല, നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലേസൊക്കെ, ക്രോഷറ്റ് ലേസൊക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഒരു പെൻസിൽ ബോട്ടം കൂടെയാണ്. നമ്മുടെ പോർട്ട്ലി ബട്ടണൊക്കെ വന്നിട്ടുള്ള ഒരു പെൻസിൽ ബോട്ടം കൂടെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോരോ ഡ്രസ്സായിട്ട് കണ്ടിട്ട് വരാം. കുർത്തിയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ജാക്കറ്റ് സ്റ്റൈലിൽ ഫുൾ ബട്ടൺസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ് ആണ്. ഇതിൻ്റെ ക്രീം ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിപ്പോൾ വിഷു ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിഷുവിന് ധരിക്കാനായിട്ട് നമുക്കാണെങ്കിൽ ഒരു ഓഫ് വൈറ്റിൻ്റെ ഷെയ്ഡ്, 2 ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഒന്ന് ബേബി പിങ്കും, ഒന്ന് നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ക്രീം ഷെയ്ഡാണ്, ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത്. ചെസ്റ്റിൽ ഫുൾ ആണെങ്കിൽ കവർ ചെയ്ത പേൾ വർക്കാണ് വരുന്നത്. വൈറ്റും പിങ്കും വലുതായിട്ടും ചെറിയ സ്മോൾ ആയിട്ടുള്ള പേൾസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഫുൾ ലുക്ക് ഒന്ന് നോക്കാം. കണ്ടില്ലേ, ഈ ഒരു തരത്തിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ്. നമ്മളാണെങ്കിൽ ഇതിന് മുൻപ് ഒരു ജാക്കറ്റ് കുർത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്നത്, ജോർജറ്റിലെ ഫ്ലോറൽ പ്രിന്റ് വരുന്നത്. അതിന് നല്ല കസ്റ്റമർ സപ്പോർട്ടായിരുന്നു. നമുക്കാണെങ്കിൽ അധികം പേർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, ആ ഒരു ഫാബ്രിക് സോൾഡ് ഔട്ടായി പോയി. പക്ഷേ ഇതാണെങ്കിൽ അങ്ങനെയല്ല, നമുക്ക് എത്ര വേണമെങ്കിലും എത്ര ക്വാണ്ടിറ്റിയിലാണെങ്കിലും നമുക്കിത് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. സ്ലീവ് എന്ന് പറയുന്നത് ഫുൾ സ്ലീവ് ആണ്. നല്ലൊരു സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്ലീവ് ആണെങ്കിൽ കൊടുത്തിട്ടുണ്ട്. നെക്ക് വരുന്നത് നല്ലൊരു വൈഡായിട്ടുള്ള സ്ക്വയറും അല്ല, എന്നാൽ റൗണ്ട് നെക്കും അല്ലാത്ത തരത്തിലൊരു ഓവൽ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അതിലാണ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ജാക്കറ്റ് സ്റ്റൈലിലാണ് കൊടുത്തിട്ടുള്ളത്. ആണെങ്കിൽ ഇതിലൊന്ന് കണ്ടില്ലേ, ഈ ഒരു സെപ്പറേറ്റ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ജാക്കറ്റ് സ്റ്റൈലിൽ. താഴത്തെ പോർഷനിലാണെങ്കിൽ നല്ലൊരു ക്രോഷറ്റ് ലേസും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെയിം ക്രോഷറ്റ് ലേസ് തന്നെയാണ് നമ്മുടെ ദുപ്പട്ടായിലും വരുന്നത്. അപ്പോൾ ടോട്ടലി നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ലുക്കിലാണ് വന്നിട്ടുള്ളത്. കണ്ടത് അതാണെങ്കിൽ നമുക്ക് വെയർ ചെയ്യുമ്പോഴത്തേനും ഈ ഒരു ഐഡിയ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു കുർത്തി ഫുള്ളായിട്ട് വെയർ ചെയ്യുമ്പോഴത്തേനുള്ള ആ ഒരു ലുക്ക് കണ്ടിട്ട് അപ്പോൾ കണ്ടില്ല, നമ്മൾ ഈ ഒരു കുർത്തി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള പാർട്ടി വെയർ ചെയ്യുമ്പോഴത്തേനും ഈ ഒരു ലുക്കിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ്. ഹൈലൈറ്റ് എന്ന് പറയുന്നത് കണ്ടില്ല, നമ്മുടെ ഈ ഒരു ചെസ്റ്റിൽ വന്നിട്ടുള്ള നല്ലൊരു ഹെവി ആയിട്ടുള്ള പേൾ വർക്കാണ്. പിന്നെ ആണെങ്കിൽ നമുക്കാണെങ്കിൽ ഈ ഒരു പോർഷനിലാണെങ്കിൽ കണ്ടില്ലേ, ഫുൾ ബട്ടൺസും അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ദുപ്പട്ടയും നല്ല ഹൈലൈറ്റ് ആണ്. കണ്ടില്ലേ, ദുപ്പട്ടയുടെ ഇൻ പോർഷനിലാണെങ്കിൽ നല്ലൊരു ക്രോഷറ്റ് ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻറ്റ് തരത്തിലുള്ള ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ള ഒരു ക്രോഷറ്റ് നെറ്റാണ്. ഇതാണ് നമ്മളിതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ടോപ്പിൻ്റെ താഴത്തെ പോർഷനിൽ നമ്മൾ സെയിം തന്നെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഈ ഒരു തരത്തിലാണ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഈ ഒരു കുർത്തി വരുന്നത്. ഇവിടെയാണെങ്കിൽ ഓപ്പൺ ആണ്. ഈ ഒരു പോർഷനിൽ നമുക്ക് ഓപ്പൺ വരുന്നുണ്ട്. ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഒരു പെൻസിൽ ബോട്ടവും നമ്മൾ കറക്റ്റായിട്ട് പോർട്ട്ലി ബട്ടൺ വെച്ചിട്ടുള്ള പെൻസിൽ ബോട്ടവും വെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് 2 കളറാണ് നമുക്ക് കളർ കസ്റ്റമൈസേഷൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഈ വരയ്ക്കുന്ന ബേബി പിങ്ക് ആണ്. സെക്കൻഡ് വൺ വരുന്നത് ഓഫ് വൈറ്റ് ആണ്, ക്രീം ഷെയ്ഡിൽ വരുന്ന ഓഫ് വൈറ്റ് ആണ്. നിങ്ങൾക്ക് വിഷുവിനൊക്കെ ആണെങ്കിൽ സ്റ്റൈൽ ചെയ്യാൻ നല്ലതായിരിക്കും. സ്ലീവിൻ്റെ ലെങ്ത് പറയുന്നത് ഈ ഒരു തരത്തിലാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇതാണെങ്കിൽ ദുപ്പട്ട ഇല്ലാണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് വെയർ ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുർത്തി ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു തരിക. അപ്പം ഇതിൻ്റെ ഏത് ഡീറ്റെയിൽ ആണെങ്കിലും എന്ത് ഡീറ്റെയിൽ ആണെങ്കിലും കുർത്തി മാത്രമാണെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക, നമ്മുടെ സൈസ് അനുസരിച്ചിട്ട് ഇത് ഡിഫറൻസ് വരും. എങ്കിലും നമുക്ക് സ്റ്റാർട്ടിങ് കുർത്തി ആണെങ്കിൽ 1500 മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഫുൾ സെറ്റ് ആകുമ്പോൾ നമുക്ക് 2200 ആ ഒരു റേഞ്ചൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുർത്തി കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു തരിക. പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ആരും മറക്കണ്ട, യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.